െങ്കിൽ പടച്ചോന്റെ അടുത്ത് പുണ്യമല്ല, കുറ്റമാണ്. അള്ളാഹുവിന്റെ കൽപ്പന ഇഖ്ലാസോടുകൂടി പടച്ചോൻ ആരാധിക്കാനാണ്. ഇന്നമല്ലാമാലു ബിന്നിയാത്ത്, നിങ്ങളുടെ പ്രവർത്തനത്തിന്റെ എല്ലാം അത് നിയ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ്. വൈന്റെ മാലിക്കുല്ലിംബ്രിഹിം മാനവ, നിങ്ങൾ എന്താണോ നിയ്യത്ത് വെച്ചത് അതേ നിങ്ങൾക്കുണ്ടാകൂ. അലങ്കോലപ്പെടുത്തലാണോ നിങ്ങളുടെ നിയ്യത്ത്, നിങ്ങൾക്കതേ ഉണ്ടാകൂ. ബഹളമുണ്ടാക്കുന്നവരെ, കൂക്ക് പിടിക്കുന്നവരെ നിങ്ങൾക്ക് അല്ലാഹു ഹിദായത്ത് തരില്ല. ശ്രദ്ധിച്ചു കേട്ടോ മുജാഹിദെ, ശ്രദ്ധിച്ചു കേട്ടോ സുന്നി പ്രവർത്തക, ശ്രദ്ധിച്ചു കേട്ടോ ജമാഅത്തെ, എങ്കിലേ ഹിദായത്ത് കിട്ടൂ. ഞാൻ പിടിച്ച മുയലിന് കൊമ്പ് 3 എന്ന് വാദിച്ചാൽ ഹിദായത്തല്ല, മറിച്ച് സൂറത്ത് ഫുർഖാനിലെ 27-28 ആയത്താണ്. പരലോകത്ത് വന്നിട്ട് മനുഷ്യർ കൈകടിക്കും. എന്നിട്ട് അവർ പറയും, എന്റെ നാശമേ, അള്ളാഹുവിന്റെ റസൂലിനോടുകൂടി ഒരു മാർഗം സ്വീകരിച്ചിരുന്നുവെങ്കിൽ എത്ര നന്നായിരുന്നേനെ. അള്ളാഹുവിന്റെ റസൂലിനോടുകൂടി ഒരു മാർഗം സ്വീകരിച്ചിരുന്നുവെങ്കിൽ എത്ര നന്നായിരുന്നു. നമുക്കിവിടെ പറയാനുള്ളത് റസൂൽ കാണിച്ച വഴി. അള്ളാഹു പറഞ്ഞു ഖുർആനിൽ സൂറത്ത് ബഖറയിലെ 38 പറഞ്ഞു, എന്താ? എന്നിൽ നിന്നുള്ള മാർഗദർശനം. ആ മാർഗദർശനത്തെ ആര് പിന്തുടർന്നോ അവന്റെ ദേശം, അവന്റെ ഭാഷ, അവന്റെ ഗോത്രം, അവന്റെ നിറവർണം അത് അള്ളാഹുവിന് പ്രശ്നമല്ല. അങ്ങനെ അവൻ ആ ഹിദായത്ത് സ്വീകരിച്ചാൽ അവൻ ദുഃഖിക്കേണ്ടി വരില്ല, അവൻ ഭയപ്പെടേണ്ടി വരില്ല. 2 വഴികളാണ് നമ്മുടെ മുമ്പിലുള്ളത്. ഒന്ന് ഇബ്ലീസ് സ്വർഗത്തിൽ നിന്ന് നരകത്തിലേക്ക് കാണിച്ച വഴി, 2 ആദം നബി സ്വർഗത്തിൽ നിന്ന് സ്വർഗത്തിലേക്ക് കാണിച്ച വഴി. ആ ആദം നബിയുടെ വഴി സ്വീകരിക്കാൻ, അമ്പിയാക്കളുടെ വഴി സ്വീകരിക്കാൻ മനുഷ്യരോട് നമ്മൾ ആവശ്യപ്പെട്ടു. ഇനി നോക്കൂ, ആരാണ് പുത്തൻവാദികൾ എന്നാണ് ഇവിടുത്തെ സബ്ജക്ട് ഇല്ലേ? നിങ്ങൾ നോക്ക്, ഇസ്ലാമിനെ റസൂലുള്ള പൂർത്തീകരിച്ചു. പറഞ്ഞവസാനിപ്പിക്കുമ്പോൾ ഞാൻ ആ കാര്യം മാത്രം തെളിവ് ധരിച്ചുകൊണ്ട് പറഞ്ഞുകൊള്ളട്ടെ. അൽയൗമ അക്മൽതു ലക്കും ദീനക്കും വഅത്മംതു അലൈക്കും നിഅമതി വറദീതു ലക്കുൽ ഇസ്ലാമ ദീന. അൽയൗമ, ഇന്നേ ദിവസം, ഈ ദുൽഹജ്ജ് 9 ജബലുർ റഹമയിൽ അസ്ർ നമസ്കാരത്തിന് ശേഷം മുത്തുനബിയുടെ നെറ്റിത്തടം വിയർത്തു. ജിബ്രീലിന്റെ വരവുണ്ടായി, വഹി ഇറങ്ങി. അൽയൗമ, ഇന്നേ ദിവസം, ഈ ദുൽഹജ്ജ് 9 നിങ്ങൾക്ക് നിങ്ങളുടെ മതം പൂർത്തിയാക്കി തന്നു. അന്ന് റസൂലുള്ള പഠിപ്പിച്ചതെന്തോ അതാണ് മതം, അന്ന് റസൂലുള്ള പഠിപ്പിക്കാത്തതെന്തോ അത് മതമല്ല. മൻ അഹ്ദസ ഫീ അംരിനാ ഹാദാ മാ ലൈസ മിൻഹു ഫഹുവ റദ്ദുൻ. നാം പഠിപ്പിക്കാത്തത് ദീന എന്തുണ്ടോ അത് തള്ളപ്പെടേണ്ടതാണ്. മൻ അമില അമലൻ ലൈസ അലൈഹി അംറുനാ ഫഹുവ റദ്ദുൻ. നാം നമ്മുടെ അമലുകളിൽ ഇല്ലാത്തൊരമല് ഒരാൾ ചെയ്താൽ അതെന്താണ്? അത് ദീനിന്ന് പുറത്താണ്. നിങ്ങൾ നോക്ക്, ബഹുമാനനായ ജാഫർ മുസ്ലിയാരോട് ഞാൻ വളരെ സ്നേഹത്തോടു കൂടി പെരുമാറുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടാകും. മണ്ണാർക്കാടും അദ്ദേഹത്തിന്റെ നാട്ടിൽ കൈപ്പമംഗലത്തും 3 തവണ ഞങ്ങൾ മാറി മാറി പ്രസംഗങ്ങൾ നടത്തി. എന്റെ പൂനൂര് വെച്ച് ഞാൻ പ്രസംഗിക്കുന്നതിന് ചെറിയ ഇടങ്കോലിടാൻ അദ്ദേഹം വന്നു. അന്നും ഞാൻ അദ്ദേഹത്തോട് മര്യാദയോട് പറഞ്ഞു. ഇന്ന് അദ്ദേഹത്തോട് ഞാൻ വളരെ മര്യാദയായി പെരുമാറി. കെ.വി. മുഹമ്മദ് മുസ്ലിയാർ കൂറ്റനാടിന്റെ പരിഭാഷ അൽയൗമ അക്മൽതു ലക്കും എന്ന ഈ ആയത്തിന് അദ്ദേഹത്തിന്റെ പരിഭാഷയിലെ വിശദീകരണം, അദ്ദേഹത്തിന്റെ കെ.വിയുടെ പരിഭാഷ ഫതഹുർ റഹ്മാൻ വോളിയം 2 പേജ് 23, ഈ ആയത്തിന് അദ്ദേഹം വിശദീകരിക്കാൻ, ഇവിടെ ദീൻ പൂർത്തിയായി എന്ന് വെച്ചാൽ ദീനിൽ വിശ്വസിക്കേണ്ടതും ആചരിക്കേണ്ടതും എന്തൊക്കെയാണോ അതെല്ലാം അറിയിച്ചു തന്നു കഴിഞ്ഞു എന്നാണ്. ഇപ്പോൾ നിലവിൽ വന്നിട്ടുള്ള രൂപം അടിവരയിട്ടോളൂ. ഇപ്പോൾ നിലവിൽ വന്നിട്ടുള്ള രൂപം ഇസ്ലാമിന്റെ പൂർണ്ണ രൂപമാണ്. അതിനാൽ ഇനിമേലിൽ യാതൊരു കാരണവശാലും അതിൽ യാതൊരു മാറ്റവും വരുത്തരുത്. അന്ന് നബി പഠിപ്പിച്ചതിൽ നാരിയാത്തു സ്വലാത്തുണ്ടോ? അന്ന് നബി പഠിപ്പിച്ചതിൽ കമാലിയ സ്വലാത്തുണ്ടോ? അന്ന് നബി പഠിപ്പിച്ചതിൽ ഖുതുബിയത്തുണ്ടോ? അന്ന് നബി പഠിപ്പിച്ചതിൽ മൊയ്തിമാലയുണ്ടോ? അന്ന് നബി പഠിപ്പിച്ചതിൽ മങ്കൂസുമാലയുണ്ടോ? റസൂലുള്ള ഖുർആൻ ഓതി കൊടുത്തു, സഹാബത്ത് ഖുർആൻ പഠിച്ചു, സഹാബത്ത് ഖുർആൻ മനസ്സിലാക്കി. റസൂലുള്ള പരലോകത്ത് പരാതി പറയും, വഖാല റസൂൽ യാ റബ്ബി ഇന്ന ഖൗമി ഇത്തഖദു ഹാദൽ ഖുർആന മഹ്ജൂറ. എന്റെ ഉമ്മത്ത് ഖുർആനിനെ അഗണ്യകോടിയിൽ തള്ളി. മൊയ്തിമാല തള്ളി എന്നല്ല, ഖുതുബിയത്ത് തള്ളി എന്നല്ല, മറിച്ച് അല്ലാഹുവിന്റെ ഖുർആൻ, റസൂലുള്ളാഹിന്റെ സുന്നത്ത്. ഇനി നോക്കൂ നിങ്ങൾ, പൊന്നാനി അബ്ദുറഹ്മാൻ ബഖ്ദൂമി തങ്ങൾ ഇന്ന് ജീവിച്ചിരിക്കുന്ന സുന്നി പണ്ഡിതനാണ്. അദ്ദേഹത്തിന്റെ ഫതുൽ അലീം വോളിയം 1 അദ്ദേഹം ഈ കാര്യം വളരെ കൃത്യമായി വിശദീകരിക്കുന്നു. അള്ളാഹുവിന്റെ ദീൻ ഇസ്ലാം എല്ലാ നിലക്കും പൂർണ്ണമായി കഴിഞ്ഞു. അള്ളാഹു തന്റെ ദാസന്മാർക്ക് ചെയ്തു കൊടുത്ത ഒരു വലിയ അനുഗ്രഹമാണ് ഈ കാര്യം. ദീൻ ഇവിടെ പൂർത്തിയായി. ഒരു തെളിവ് കൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുന്നു. ഇത് കണ്ടോ നിങ്ങൾ, റിസാല വാരിക. ഈ വാരികയിൽ എന്താണ് അഹ്ലു സുന്നത്തി വൽ ജമാഅ എന്ന് പറയുന്നുണ്ട്. അതിനെക്കുറിച്ചാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. നോക്കൂ നിങ്ങൾ, അള്ളാഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ അറിയിച്ചു തരികയും നബി വാക്കിലൂടെയും പ്രവൃത്തികളിലൂടെയും കാണിച്ചു തരികയും മൗനാനുവാദത്തിലൂടെ അംഗീകരിക്കുകയും ചെയ്ത നടപടിക്രമങ്ങളാണ്
സുന്നത്ത്, നടപടിക്രമങ്ങളാണ് സുന്നത്ത്. അത് ഖുർആൻ ശരീഫിന്റെ വ്യാഖ്യാനങ്ങളാണ്. ഈ സുന്നത്ത് അനുസരിച്ച് ജീവിക്കുന്നവരാണ് അഹ്ലു സുന്നത്ത്. ഇനി നോക്കുക, അടുത്ത വാചകം, എനിക്ക് ശേഷം വസയറാ ഇഖ്തിലാഫൻ കസീറ, എനിക്ക് ശേഷം നിങ്ങൾ ധാരാളം ഭിന്നതകൾ കാണും. അപ്പോൾ ഈ സമൂഹത്തിൽ അനേകം ഭിന്നതകൾ കാണാനിടയാകും. അപ്പോൾ എന്റെയും എന്റെ സന്മാർഗചാരികളായ ഖലീഫമാരുടെയും മാർഗം നിങ്ങൾ സ്വീകരിക്കുക. അതിന് നിങ്ങൾ അണപ്പല്ല് കൊണ്ട് കടിച്ചു പിടിക്കുക. പുതിയ മാർഗങ്ങൾ നിങ്ങൾ സൂക്ഷിക്കണം. എനിക്ക് ശേഷം, അടിവരയിട്ടോ, എനിക്ക് ശേഷമുണ്ടാകുന്ന പുതിയ നടപടിക്രമങ്ങൾ പുത്തനാചാരമാണ്, അവയെല്ലാം ദുർമാർഗമാണ്. ഇത് റിസാല, ഇവിടെ സുലൈമാൻ സക്കാഫി മാളിയക്കൽ ചീഫ് എഡിറ്ററായ റിസാല 2001 നവംബർ 1-ാം തീയതിയിലെ റിസാലയാണിത്. സഹോദര, റസൂലുള്ളാഹിന്റെ ഖലീഫമാർ വരെ അവർ പഠിപ്പിച്ച, ആചരിച്ച ആ മതം, ആ ദീനാണ് മുജാഹിദ് പ്രസ്ഥാനം ഇവിടെ ഫോളോ ചെയ്തിട്ടുള്ളത്. ആ ദീൻ അള്ളാഹു തൃപ്തിപ്പെട്ട ദീനാണ്. മുഹാജിറുകളെയും അൻസാറുകളെയും അള്ളാഹു പറയാണ്, വസാബിഖൂനൽ അവ്വലൂന മിനൽ മുഹാജിരീന വൽ അൻസാർ വല്ലദീന തബഊഹും ബിഇഹ്സാനിൻ റളിയല്ലാഹു അൻഹും വറളു അൻഹും. ആ മുഹാജിറുകളും അൻസാറുകളും പിന്തുടർന്നു പോന്ന ആ സത്യത്തിന്റെ വഴി സ്വീകരിക്കണം. അതാണ് യഥാർത്ഥ ദീൻ. പിന്നീടുണ്ടായതൊക്കെ പുത്തനാചാരമാണ് എന്ന് റിസാല പോലും പഠിപ്പിക്കുന്നുവെങ്കിൽ നമുക്ക് പരിശോധിക്കാനുള്ള മാനദണ്ഡം, നബി മരിക്കുമ്പോൾ, സല്ലല്ലാഹു അലൈഹി വസല്ലമ മരിക്കുമ്പോൾ എന്ത് ദീനായി പഠിപ്പിച്ചുവോ, സഹാബത്ത് എന്ത് ദീനായി ആചരിച്ചുവോ, അതനുസരിച്ചാൽ മുജാഹിദ് രക്ഷപ്പെടും. അതനുസരിച്ചാൽ സുന്നി എന്ന് പറയുന്ന സുന്നി രക്ഷപ്പെടും. അതനുസരിച്ചാൽ ബാക്കി മുസ്ലിമീങ്ങൾ രക്ഷപ്പെടും. ഇതാണ് നമുക്ക് ജനങ്ങളോട് പറയാനുള്ളത്. മോക്ഷം ഏകദൈവാരാധനയിലൂടെ എന്ന് പറഞ്ഞ് നമ്മുടെ ജില്ലാ സമ്മേളനം നടത്തുന്നുണ്ട്. 2005 നവംബർ 26, 27 തീയതികളിൽ. ആ സമ്മേളനത്തിന്റെ ഭാഗമായി എല്ലാ ഭാഗത്തും ശക്തമായ പ്രബോധന പ്രവർത്തനങ്ങൾ നടക്കേണ്ടതുണ്ട്. മുജാഹിദ് പ്രവർത്തകരോട് നമ്മുടെ ബാധ്യത വളരെ വലുതാണ്. ആ ബാധ്യത നമ്മൾ നിർവഹിക്കുകയും അള്ളാഹുവിന്റെ ദീനിന്റെ പ്രബോധനം നമ്മൾ നിർവഹിക്കുകയും അതിന് നേരെ വരുന്ന എല്ലാ പീഡനങ്ങളും സഹിക്കുന്നവർക്കുള്ളതാണ് സ്വർഗം. എളുപ്പത്തിൽ സ്വർഗത്തിലേക്ക് കടന്നു കളയാൻ സാധ്യമല്ല. ആ പ്രയാസങ്ങളും പീഡനങ്ങളും സഹിച്ചുകൊണ്ട് അള്ളാഹുവിന്റെ സ്വർഗ്ഗം ലഭിക്കുന്ന സ്വാലിഹീങ്ങളിൽ അള്ളാഹു നമ്മെ ഇവരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. നാളെ മഹ്ശറയിൽ എരിപൊരി കൊള്ളുന്ന വെയിലത്ത് അർശിന്റെ തണൽ നൽകി അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ന്യൂനപക്ഷ തീവ്രവാദങ്ങളിൽ നിന്നും ഭൂരിപക്ഷ തീവ്രവാദങ്ങളിൽ നിന്നും അള്ളാഹു നമ്മെ കാത്തു രക്ഷിക്കുമാറാകട്ടെ. റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുർരിയാതിനാ ഖുർറത അഅ്യുനിൻ വജഅൽനാ ലിൽ മുത്തഖീന ഇമാമാ. റബ്ബനാ ലാ തുസീഗ് ഖുലൂബനാ ബഅദ ഇദ് ഹദൈതനാ വഹബ് ലനാ മിൻ ലദുൻക റഹ്മ ഇന്നക അൻതൽ വഹാബ്. റബ്ബനാ ആതിനാ ഫിദ് ദുനിയാ ഹസനതൻ വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.